മിടുക്കിയുടെ അത്തംദിനാശംസകൾ. ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത സാമ്പാറും അവിയലും പെട്ടെന്ന് തന്നെ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും അവിയലിനു വേണ്ടിയുള്ള കഷ്ണങ്ങളും ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അവിയലിനുള്ള പീസസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു വലിയ കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ യോജിപ്പിച്ച് വെച്ച അവിയലിനുള്ള പീസസ് ഇട്ട് കൊടുക്കാം. കപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുക്കറിന് പാകത്തിനായിട്ടുള്ള കപ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഉടഞ്ഞു പോകും. ഇനി ഒരു വലിയൊരു കുക്കർ എടുത്തിട്ട് നമ്മുടെ ഈ കപ്പ് ഈ കുക്കറിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം സാമ്പാറിനുള്ള പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ കുക്കറിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നീക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് സാമ്പാർ പാകമാക്കാനുള്ള പച്ചക്കറികളും പരിപ്പും ഇട്ട് കൊടുക്കുന്നത്. പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം സാമ്പാറിനായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുക്കറൊന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ടി 1/4 കപ്പ് തേങ്ങ ചിരകിയതും 3-4 കുഞ്ഞുള്ളിയും 3-4 വെളുത്തുള്ളി എടുക്കാം. കുറച്ച് വേപ്പില, 3-4 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ പീസ് കായ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം വറുക്കാനായി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉലുവ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 1 ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ചൂടിൽ തന്നെ അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നോളും. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ കുക്കറിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുത്തപ്പോൾ അതിലും വെണ്ടക്കായും മുരിങ്ങക്കായും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ആ വെണ്ടക്കായ ഒന്ന് വാട്ടിയെടുക്കാം. അതേസമയം തന്നെ മറ്റൊരു പാത്രത്തിൽ നമ്മുടെ മുരിങ്ങക്കായും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അത് വേവാൻ വേണ്ടിയുള്ള വെള്ളവും കൂടി ചേർത്ത് 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. വേണ്ടിയിട്ട് 1 നെല്ലിക്ക വലിപ്പത്തിൽ കോൽപ്പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കുക്കർ തുറന്നതിന് ശേഷം അതിൽ നമ്മൾ കപ്പിൽ വെച്ചിട്ടുള്ള അവിയലിൻ്റെ കഷ്ണങ്ങൾ അതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ശേഷം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ വെണ്ടക്കായ വാട്ടിയത്, അതും പിന്നെ നമ്മുടെ മുരിങ്ങക്കായ വേവിച്ച് വെച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഈ അരപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അവിയൽ പാകമാക്കാം. ഇനി മറ്റൊരു പാത്രം വെച്ച് നമ്മൾ കപ്പിൽ നേരത്തെ പാകമാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിയലിനുള്ള കഷ്ണങ്ങൾ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞളും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായി അരയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നമ്മുടെ അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാർ അപ്പോഴേക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തേങ്ങ കൂടി ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ അവിയൽ വേവിച്ചെടുത്ത കപ്പിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് നമ്മുടെ സാമ്പാർ കടുക് പൊട്ടിക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് അത് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് സാമ്പാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മൂടി വെച്ചിട്ടുള്ള അവിയൽ കൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായി പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈരും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി നമുക്ക് ഒന്ന് ചീന്തിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അവിയലും സാമ്പാറും റെഡി ആയിട്ടുണ്ട്.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. സാമ്പാറും അവിയലിനും വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് വെവ്വേറെ വേവിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്